നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട 200-300 രൂപ ലഭിക്കാതിരിക്കുന്ന ആളുകൾ, ഈ അടുത്ത കാലത്തായിട്ട് പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, അതുപോലെ തന്നെ അറിയിപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് കമൻറ്റ് ബോക്സുകളിൽ. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ വീഡിയോസുകൾ കണ്ട് കമൻറ്റുകൾ പറയാതെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ മാസവും അതുപോലെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷേ പല ആളുകൾക്കും അന്ന് 1600 രൂപയ്ക്ക് പകരം 1300 രൂപ, 1200 രൂപ എന്നിങ്ങനെ പല രൂപത്തിലാണ് പെൻഷൻ ലഭിച്ചത്. അതുപോലെ തന്നെ പല ആളുകൾക്കും ഈ അടുത്ത കാലം വരെ പെൻഷൻ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകളുമുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കാത്ത ആളുകളാണ്. അതായത് 300-200 രൂപ ലഭിക്കാത്ത ആളുകളെക്കുറിച്ചാണ്. അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടെന്ന് ഉറപ്പ് വരുത്തുക. പല ആളുകളും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ആ പെൻഷൻ ലഭിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പെൻഷൻ ലഭിക്കാത്ത ഇതുവരെ മുടങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡ് എന്നിവയുമായി പഞ്ചായത്തിൽ നേരിട്ടെത്തി ഒരു അന്വേഷണം നടത്തുന്നതായിരിക്കും. പല പഞ്ചായത്തുകളിലും വാർഡ് മെമ്പർമാർ ഇപ്പോൾ ഇങ്ങനൊരു അറിയിപ്പുമായിട്ട് വരുന്നുണ്ട്. പല വാട്സപ്പ് സന്ദേശങ്ങളും വരുന്നുണ്ട്. ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കും മറ്റു മൂലമാണ് അവർക്ക് ഈ കേന്ദ്ര സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള ആളുകൾ ആദ്യം ബാങ്കിൽ പോയി ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പഞ്ചായത്തിൽ നേരിട്ടെത്തി ആധാർ കാർഡ്, അതുപോലെ തന്നെ ബാങ്കിലേക്ക് വരുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പെൻഷൻ ഐ ഡി ഉണ്ടെങ്കിൽ ഇവ മൂന്നുമായി ചെന്ന് നമ്മുടെ പെൻഷനിൽ ഒരു തരത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലം വരെ 2024 അല്ലെങ്കിൽ 2024 തുടക്കത്തിലെല്ലാം അവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് പിന്നീട് പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായിട്ട് അന്വേഷണം നടത്തുക. അത് അവർക്ക് അവരുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒന്ന് ഗൂഗിൾ ഓണാക്കി പെൻഷൻ തിരച്ചിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പെൻഷൻ സേവന അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിൽ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർട്ടൽ ലഭിക്കുകയും അവിടെ നമ്മുടെ ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞ് ഏറ്റവും അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറിയാൻ സാധിക്കും എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പെൻഷൻ മുടങ്ങിയത്. ഇതുപോലെ ക്ലറിക്കൽ മിസ്റ്റേക്കുകളായിരിക്കാം, അല്ലെങ്കിൽ യഥാസമയം സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് മൂലമായിരിക്കാം. എന്തായാലും എന്ത് കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവർ അതിനുള്ള മറുകാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, പഞ്ചായത്തിലെത്തി അതിനുള്ള കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് അഫിഡവിറ്റ് നൽകി കഴിഞ്ഞാൽ അവർക്കും തുടർന്ന് പെൻഷൻ ലഭിക്കും. അങ്ങനെ പെൻഷൻ മുടങ്ങിയ പല ആളുകളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല, എന്തെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു പെൻഷൻ ഓഡിറ്റ് നടത്തപ്പെടുകയാണ്. ഓരോ പഞ്ചായത്തിലെയും വാർഡിലെയും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലിസ്റ്റുകൾ തിരഞ്ഞെടുത്ത് അവരുടെ പേരിൽ വാഹനമുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി 1 ഏക്കറിന് മേലെ ഭൂമിയുണ്ടോ, 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിലാണോ താമസിക്കുന്നത്, കുടുംബത്തിൽ ആർക്കെങ്കിലും ഗവൺമെൻറ് അതോ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധന നടത്തി അവരെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനി പെൻഷൻ ആവശ്യമില്ലെന്ന് രേഖാമൂലം പഞ്ചായത്തിൽ അറിയിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് പെൻഷൻ നിർത്തലാക്കുകയുള്ളൂ. അല്ലാതെ പെൻഷനിൽ ഓഡിറ്റിൽ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും കാലം വാങ്ങിയ പെൻഷൻ മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് പെൻഷൻ അർഹതയില്ലാന്ന് അവർക്ക് സ്വന്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അക്കാര്യം പഞ്ചായത്തിൽ നേരിട്ട് അറിയിക്കുകയും പെൻഷൻ തടഞ്ഞു വെക്കാനുള്ള അപേക്ഷ നൽകുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.